സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങളൊക്കെ നിലനിൽക്കുകയാണ്. അതൊക്കെ ഇന്നത്തോണ്ട് പരിഹരിക്കും. അല്ല, അതൊക്കെ അനുനയിപ്പിക്കും, കുഴപ്പമില്ല. ഞാനും ഇവിടെ തന്നെ ഉള്ളതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമില്ല. പുതിയതായിട്ട് വരുന്ന സ്ഥാനാർത്ഥികൾക്ക് അതിൽ പ്രയാസമുണ്ടാവും. ഇവിടെ മണ്ഡലത്തിൽ പുതിയതല്ലാത്തത് ഞാൻ പിന്നെ ഇവിടെ സ്ഥിര ആളായതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. ജനങ്ങളുടെ മൊത്തത്തിലുള്ള പ്രതികരണം എങ്ങനെയാണ്? കുഴപ്പമില്ല, അങ്ങേറ്റവും ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. ശരി, ഇപ്പോൾ കെ സുധാകരനുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങളൊക്കെ നിലനിൽക്കുകയാണ്. അതൊക്കെ ഇന്നത്തോണ്ട് പരിഹരിക്കും. അല്ല, അതൊക്കെ അനുനയിപ്പിക്കും, കുഴപ്പമില്ല. ശ്രീ മുരളീധരൻ, ഇന്നലെ താങ്കൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് മുമ്പ് തെരഞ്ഞെടുപ്പുകളിൽ ഡൽഹിയിൽ സാധാരണ റൂം കിട്ടാറില്ല, ഇത്തവണ ഡൽഹിയിലെ മുറികളെല്ലാം ഒഴിഞ്ഞു കിടക്കുകയാണെന്ന്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ CPM-ൽ മുമ്പ് കോൺഗ്രസ് എങ്ങനെയായിരുന്നു സമാനമായ അവസ്ഥ, ഇപ്പോൾ CPM കടന്നു വന്നത് സംസ്ഥാന സെക്രട്ടറിക്ക് പോലും ഗുരുതരമായ അഴിമതി ആരോപണവും സ്വജനപക്ഷപാതം ഉയരുന്നു, അതും കോട്ടയ കണ്ണൂരിൽ. അതായത് അത് മറ്റൊന്നുമല്ല, സ്വന്തം അഭിപ്രായങ്ങൾ അടിച്ചേൽപ്പിക്കുമ്പോൾ അത് പാർട്ടി അണികൾക്ക് ദഹിക്കില്ല എന്നുള്ളതിന്റെ ഉദാഹരണമാണ് ഇപ്പോൾ G. സുധാകരന്റെ ആണെങ്കിലും TK ഗോവിന്ദന്റെ ആണെങ്കിലും കുഞ്ഞിക്കണ്ണന്റെ ആണെങ്കിലും ഒക്കെയുള്ള അവരുടെ സ്ഥാനാർത്ഥിത്വം തെളിയിക്കുന്നത്. ഇന്ന് രാത്രിയോ നാളെ കാലത്തുമായിട്ട് പുറത്തു വരും. ഈ സ്ഥാനാർത്ഥി പട്ടിക വൈകുന്നത് ഒരു പ്രശ്നമുണ്ടാക്കുന്നുണ്ടോ പ്രചരണത്തിന്? ഇല്ല, ഒരു പ്രശ്നവുമില്ല. കാരണം മുൻപും വൈകിയിട്ടുണ്ടല്ലോ. കഴിഞ്ഞ ലോക്സഭയിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, അന്ന് 2024 ഫെബ്രുവരി 28 LDF-ന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. മാർച്ച് 7 UDF-നെ പ്രഖ്യാപിച്ചു. 20-18 UDF ജയിച്ചു. ഇല്ലവണ പക്ഷെ കേസിനെ അനുനയിപ്പിക്കുന്നത് വലിയൊരു പ്രതിസന്ധി. ഇല്ല, അങ്ങനെ ഒരു പ്രതിസന്ധിയില്ല. അതൊക്കെ പാർട്ടി അത് കൈകാര്യം ചെയ്തോളും ഭംഗിയായിട്ട് തന്നെ. MP-മാർ മത്സരിക്കുന്ന കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനമായിട്ടുണ്ടോ? ഇല്ല, അത് സാധാരണ തീരുമാനം എന്ന് പറഞ്ഞാൽ വേണ്ടാന്നുള്ള തീരുമാനമാണ് മൊത്തത്തിലുള്ളത്. പക്ഷെ അത് ഏത് കാര്യത്തിനും ഹൈക്കമാൻഡിന് എക്സംഷൻ കൊടുക്കാം. അങ്ങനെ വാശിയൊന്നും പിടിക്കുന്നില്ല. എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ടാവും. ആഗ്രഹങ്ങൾ ചിലരൊക്കെ തുറന്നു പറഞ്ഞു. പട്ടികക്കാവില് ശക്തമായിട്ട് ഞാൻ ഒരിക്കലും ഒരു ലൈറ്റായിട്ടുള്ള മത്സരത്തിനോട് ഇന്ന് വരെ ഞാൻ ജയിച്ചിട്ടില്ല. അല്ല, അതൊക്കെ ഹൈക്കമാൻഡാ തീരുമാനിക്കേണ്ട, ഞങ്ങൾക്ക് അത് തീരുമാനിക്കാൻ അവകാശമൊന്നുമില്ല. VK പ്രശാന്ത് പറഞ്ഞത് മണ്ഡലത്തെ തിരസ്കരിച്ചു പോയ ഒരാളാണ് വീണ്ടും ഇവിടേക്ക് എത്തുന്നത്. അല്ല, അദ്ദേഹം മേയർ സ്ഥാനം കൌൺസിലർ സ്ഥാനം തിരസ്കരിച്ചിട്ട് അങ്ങോട്ട് വന്നു. അപ്പോ പിന്നെ അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരും ഒരുപാട് പേര് തിരസ്കരിച്ചു പോയിട്ടുള്ളവരുണ്ടല്ലോ, K. രാധാകൃഷ്ണൻ ഉൾപ്പെടെ. ചരിത്രം പറയുകയാണെങ്കിൽ കുറെ ഉണ്ട്, എല്ലാ പാർട്ടിക്കും ഉണ്ട് ആ ചരിത്രം. അത് K. മുരളീധരൻ മാത്രമല്ല. കോൺഗ്രസിലെ സ്ഥാനാർത്ഥി തർക്കത്തിന് ഇന്നൊരു പരിസമാപ്തിയാകും എന്നുള്ളത് തീർച്ചയായിട്ടും.